ഹലോ ഗായ്സ്, കുസൃതി ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മോരുകറിയാണ്. മോരുകറി എല്ലാവരും തന്നെ ഉണ്ടാക്കുന്നതാണ്. ഞാൻ എൻ്റെ സ്റ്റൈലിൽ മോരുകറി വെക്കാൻ പോവാണ്. ആദ്യം തന്നെ നമ്മൾ ഒരു ചട്ടിക്കകത്ത് എണ്ണ ഒഴിച്ച് കടുക് ഇട്ട് കൊടുത്തു. ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുകയാണ്. കടുക് കൂട്ടിയതിന് ശേഷം അത് കഴിഞ്ഞ് വറ്റൽമുളക്, അത് കഴിഞ്ഞ് കറിവേപ്പില എല്ലാം ഇട്ട് നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേനും നമ്മൾ അരച്ച് വെച്ചേക്കുന്ന അതൊന്ന് കോരി മാറ്റി വെക്കണം. കടുക് പൊടിച്ചത് കോരി മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ, ജീരകം, വെളുത്തുള്ളി, ചുമന്നുള്ളി, പച്ചമുളകും എല്ലാം കൂടി ഇട്ട് മിക്സിക്കകത്തിട്ട് അരച്ചതിന് ശേഷം നമ്മളത് ചട്ടിക്കകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഈ കറിവേപ്പിലയും വറ്റൽമുളകൊക്കെ മൂത്ത് നല്ല ബ്രൗൺ ആയതിന് ശേഷം അത് നമ്മളൊന്നൊരു വേറൊരു പ്ലേറ്റിനകത്തേക്ക് മാറ്റി വെക്കണം. അതിന് ശേഷം നമ്മൾ ഈ അരച്ച് വെച്ചേക്കുന്ന തേങ്ങ ഒഴിച്ചു കൊടുക്കാവുള്ളൂ. അതിന് ശേഷം നമുക്ക് കട്ട തൈര് ഒഴിച്ചു കൊടുക്കാം. ചട്ടിക്കകത്തേക്ക് നമ്മൾ അത് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ആക്കണം അരപ്പിനകത്തേക്ക്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കണം. എത്രമാത്രം നമുക്ക് ആവശ്യമുണ്ട് അത്രമാത്രം തൈര് ഒഴിച്ചാൽ മതി. അധികം പുളി വേണ്ടെങ്കിൽ ഒത്തിരി ഒഴിക്കണ്ട. നന്നായിട്ട് ഇളക്കി കൊടുക്കുക, മിക്സ് ചെയ്ത് കൊടുക്കുക. അരപ്പൊഴിച്ചതിന് ശേഷം നമ്മൾ തൈര് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ തിളപ്പിക്കരുത് മോരുകറി. നമ്മൾ ഇളക്കി പതുക്കെ ആവി കയറി വരുമ്പോഴത്തേന് ഗ്യാസ് ഓഫ് ചെയ്യണം. നന്നായിട്ടിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം, തിളയ്ക്കാൻ സമ്മതിക്കരുത്. അതിന് ശേഷം നമ്മൾ വറുത്ത് കോരി വെച്ചേക്കുന്ന വറ്റൽമുളക്, കറിവേപ്പില, ചെറിയ ഉള്ളി എല്ലാം കൂടെ അതിൻ്റെ എല്ലാം കഴിഞ്ഞ് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം അതും കൂടെ ഇട്ട് കൊടുത്താൽ നമ്മുടെ രുചിയാർന്ന മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊക്കെ തന്നെ ആയിരിക്കും ഉണ്ടാക്കുന്നത്. ഇതെൻ്റെ സ്റ്റൈലിൽ ഒരു മോരുകറി. എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.